സർ, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ രക്ഷിതാക്കളുടെ പങ്കാണ്. ഇപ്പം ഈ സ്കൂളുകളിൽ ക്ലാസ് പി ടി എകൾ എല്ലാ പരീക്ഷ കഴിയുമ്പം ക്ലാസ് പി ടി എകൾ നടക്കുന്നുണ്ട്. സാധാരണ ജനറൽ ബോഡി നടന്ന് പി ടി എ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയുന്നത് ക്ലാസ് പി ടി എകളാണ്. ഓരോ പരീക്ഷ കഴിയുമ്പോഴും ക്ലാസ് പി ടി എകൾ നടക്കുന്നുണ്ട്. ശരിക്കും ഇപ്പം നമ്മുടെ ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം എല്ലാ മാസം കഴിയുമെങ്കിൽ ക്ലാസ് പി ടി എകൾ നടത്തണമെന്നാണ്. പക്ഷേ ഈ ക്ലാസ് പി ടി എകളിലൊക്കെ പങ്കാളിത്തം പലയിടത്തും കുറഞ്ഞു വരുന്നുണ്ട്. അതിൽ എനിക്ക് തോന്നുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ രക്ഷിതാവിനെ സ്കൂളിലേക്ക് ഇത്തരം പി ടി എ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം എന്ന ഒരു ഉത്തേജിപ്പിക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിമർശനം ഒന്ന്. രണ്ടാമത്തത്, രക്ഷിതാക്കൾക്ക് ഇതിലുള്ള താല്പര്യക്കുറവാണ്. ഇപ്പം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയുന്നുണ്ട് രക്ഷിതാക്കൾക്ക് വേണ്ടി പി ടി എയിലെ അവർക്ക് വേണ്ടി മത്സരങ്ങൾ സംഘടിപ്പിക്കും. അവരെ, എനിക്ക് തോന്നുന്നത് അതൊക്കെ കൂടുതൽ സ്കൂളുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകളായിരിക്കാം. എന്താണ് രക്ഷിതാക്കളുടെ ഒരു കുട്ടിയുടെ പഠനത്തിൽ, കുട്ടിയെ സ്കൂളിലേക്ക് വിട്ടാൽ മതിയോ, അതല്ല അതിൻ്റെ അപ്പുറത്തോട്ട് എന്താണ്? പ്രത്യേകിച്ചും കേരളത്തിലെ ഏറ്റവും സവിശേഷത എന്ന് പറയുന്നത് ഇപ്പോഴുള്ള രക്ഷിതാക്കളൊക്കെ വിദ്യാസമ്പന്നരാണ്. പല രീതിയിൽ അത് ഏറ്റവും ഉയർന്ന തരത്തിൽ ഏറ്റവും തുടങ്ങി പ്ലസ് ടു എങ്കിലും കഴിയാത്ത രക്ഷിതാക്കൾ ഉണ്ട് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. അത്രയേറെ വിദ്യാസമ്പന്നരായ ഒരു വലിയ സമൂഹമാണ് നമ്മുടെ രക്ഷിതാക്കൾ. അപ്പോൾ രക്ഷിതാക്കളും കൂടെ ഇത് ശ്രദ്ധിക്കേണ്ടത്. എന്താണ് അവരുടെ ഒരു പങ്കാളിത്തം ഈ വിദ്യാഭ്യാസ പ്രവർത്തനത്തിൽ? നമ്മൾ ചർച്ച തുടങ്ങിയപ്പോൾ എന്തുകൊണ്ട് പൊതുവിദ്യാലയങ്ങൾ എന്ന ചോദ്യത്തിന് രക്ഷകർത്താക്കൾക്കുള്ള ഒരു ഉത്തരം കൂടിയാണ് നിങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്ന വിദ്യാലയം പൊതുവിദ്യാലയമാണ്. നിങ്ങൾക്ക് ഒരു സ്വകാര്യ അൺഎയ്ഡഡ് വിദ്യാലയത്തിൽ നിങ്ങളുടെ പ്രവേശനത്തിന് പരിമിതിയുണ്ട്. നിങ്ങൾക്കൊരു ഗവൺമെൻറ് എയ്ഡഡ് വിദ്യാലയത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലാം, കുട്ടികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താം, പരിശോധിക്കാം. ഇതെല്ലാം കഴിയുന്ന സംവിധാനം കേരളത്തിൽ സർക്കാർ അനുമതി നൽകുന്നുണ്ട്. അതിലൊന്നാണ് ക്ലാസ് പി ടി എ. നമ്മൾ പുതിയ പാഠ്യപദ്ധതി ആരംഭിച്ചതിന് ശേഷമാണ് ക്ലാസ് പി ടി എ കൊണ്ടുപോകുന്നത്. നമ്മൾ പൊതു പി ടി എകളിൽ മിക്കവാറും അക്കാദമികമായ ഒരു കാര്യവും ചർച്ച ചെയ്യത്തില്ല. മറിച്ച് ക്ലാസ് പി ടി എകൾ നടക്കുന്നത് പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ ഇനിയും വിടാത്ത രക്ഷകർത്താക്കൾ അറിയേണ്ടത് ക്ലാസ് പി ടി എകൾ നടത്തുക എന്നുള്ളത് സ്കൂളിൻ്റെ ചുമതലയാണ്. നടത്തിയില്ലെങ്കിൽ എന്തുകൊണ്ട് നടന്നില്ല എന്ന് ചോദിക്കേണ്ടത് രക്ഷകർത്താവിൻ്റെ കടമ കൂടിയാണ്. ചോദിക്കാം, അവർ ക്ലാസ് പി ടി എ നടന്നില്ലല്ലോ. ആ ക്ലാസ് പി ടി എയിലാണ് കഴിഞ്ഞ ഒരു മാസത്തെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ടീമിൽ നടത്തിയ പ്രവർത്തനങ്ങൾ പറയുന്നത്. ആ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് പറയുന്നത്. ഇതൊരു നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗം, ഒരു പരീക്ഷയാണ്. കുട്ടികളോട് പറയുകയാണ്, ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു സെമിനാർ നടത്തി, സെമിനാറിൽ ഇന്ന കാര്യങ്ങൾ ഇന്ന കുട്ടികൾ ചെയ്തു, ഇന്ന കുട്ടികൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞില്ല. അതങ്ങനെ പരസ്യമായി പറയുന്നില്ല. നല്ല നിലയിൽ ചെയ്ത കുട്ടികളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കും. കുറച്ചുകൂടി മെച്ചപ്പെടേണ്ട കുട്ടികളെ രക്ഷകർത്താക്കളെ ടീച്ചേഴ്സ് വ്യക്തിപരമായി സമീപിച്ച് പറയും, കുഞ്ഞിൻ്റെ ഭാഗത്തു നിന്ന് അത് ഉണ്ടായില്ല എന്ന് പറയും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ്. അത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ നല്ല പങ്ക് വിദ്യാലയങ്ങളിൽ നടക്കുന്നുണ്ട്. അത് നടക്കുന്ന വിദ്യാലയങ്ങളിൽ കുട്ടികളുടെ പഠന പുരോഗതിയിൽ വലിയ മാറ്റമുണ്ട്. മറ്റൊന്ന്, ഇത്ര ക്രിയേറ്റീവായി ഇടപെടാനുള്ള ഒട്ടേറെ സാധ്യതകൾ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾക്കുണ്ട്. നമ്മൾ ലൈബ്രറികൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി അമ്മ വായന കേരളത്തിൽ അമ്മമാർ വായിക്കുന്നു. കുട്ടികൾക്ക് വേണ്ടി അമ്മമാർ വായിക്കുന്നു. അമ്മമാർ പുസ്തകം എഴുതിയ ഇതുണ്ട്. ഇപ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അമ്മമാർ ഇടപെടുന്നു. സ്കൂളിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇപ്പം നമ്മൾ ഒരു ശരാശരി കേരളത്തിലെ ഏത് പൊതുവിദ്യാലയം എടുത്ത് പരിശോധിച്ചാലും അവിടുത്തെ 4 or 10 അധ്യാപകരല്ല ആ വിദ്യാലയത്തെ നയിക്കുന്നത്, മറിച്ച് അവിടുത്തെ രക്ഷകർത്താക്കളാണ്. ഇത് വളരെ താല്പര്യമുള്ള, സാറ് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നല്ല വിദ്യാസമ്പന്നരായ രക്ഷകർത്താക്കളുണ്ട്. ഈ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറായ, മാത്രമല്ല ഈ മുമ്പുള്ളതിന് കുറച്ചുകൂടി ഒരു സ്വാർത്ഥത വെടിഞ്ഞ രക്ഷകർത്താക്കളുണ്ട്. എന്നുവെച്ചാൽ പൊതു ഇടങ്ങളിൽ കുട്ടികളുടെ കൂട്ടായ പ്രവർത്തനം നടത്തണം. എൻ്റെ കുട്ടി മാത്രം പഠിച്ചാൽ പോരാ, ആ കുട്ടിയും പഠിക്കണം. അങ്ങനെ കൂട്ടായി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രക്ഷകർത്താക്കൾ സമൂഹം ഉണ്ടായി. കുറച്ചുകൂടി ശാസ്ത്രീയമായി രക്ഷാകർതൃത്വം മുന്നോട്ട് കൊണ്ടുപോകുവാൻ പൊതുവിദ്യാലയങ്ങളിൽ രക്ഷകർത്താക്കൾക്കായി ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 4 പാഠപുസ്തകങ്ങൾ ഇറങ്ങി. പരീക്ഷയൊന്നും നടത്തിയില്ല. പക്ഷേ ഇതൊക്കെയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ. ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഇങ്ങനെയാണ് കരുതേണ്ടത്. നമുക്ക് പുസ്തകം ഇപ്പോൾ ലഭ്യമാണ്. ആ പുസ്തകം വായിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു പേരൻറ്റിങ് വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരു രക്ഷകർത്താവിന് തീർച്ചയായും പ്രൈമറി നമ്മൾ ഇറക്കിയിരിക്കുന്നത് അങ്കണവാടി പ്രീ പ്രൈമറി പ്രായത്തിൽ ഒരു പുസ്തകം, LP തലത്തിൽ മറ്റൊരു പുസ്തകം, അപ്പർ പ്രൈമറി തലത്തിൽ മറ്റൊരു പുസ്തകം, കൗമാരക്കാരായ നമ്മുടെ കുട്ടികൾ, അങ്ങനെ 4 പുസ്തകങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് രക്ഷകർത്താക്കൾക്ക് ഇറക്കിയിട്ടുണ്ട്. അത് കുട്ടികളുടെ പഠനത്തിൻ്റെ സവിശേഷതകൾ പറയും, കുട്ടികളുടെ പരീക്ഷ എങ്ങനെയാണെന്ന് പറയും, ആ പ്രായത്തിൽ കുട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് പറയും, രക്ഷകർത്താക്കൾ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടത് എന്ന് പറയും. മാത്രമല്ല, തുടർച്ചയായി രക്ഷകർത്താക്കൾക്ക് ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന വിദ്യാലയം നമ്മുടേതാണ്. നമ്മൾ വ്യത്യസ്തമായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്
നമ്മുടെ 3 ലക്ഷത്തിലധികം കൃത്യമായി കണക്കിന് അറിയത്തില്ല, അവർക്ക് സൈബർ സാക്ഷരത പഠിപ്പിച്ചത് അതെ. നമ്മുടെ കേരളത്തിലെ കൈറ്റ് അമ്മമാര് പഠിപ്പിച്ചു തരാം നമ്മുടെ കുട്ടികൾ. കുട്ടികളാണ്. ഇതൊരു വലിയ കാര്യമല്ല. കേരളത്തിലെ രക്ഷകർത്താക്കളെ പഠിപ്പിക്കുന്ന കുട്ടികൾ, ലിറ്റിൽ കൈറ്റ്സിലെ ലിറ്റിൽ ക്ലബിലെ കൈറ്റ്സിന്റെ കുട്ടികൾ ക്ലബിലെ കുട്ടികൾ അവർ എന്തൊക്കെയാ പഠിപ്പിച്ചത്? നിങ്ങൾ എങ്ങനെ മൊബൈൽ ഉപയോഗിക്കേണ്ടത്, എന്താണ് ഇതിന്റെ സേഫ്റ്റി, നിങ്ങൾക്ക് ഇത് പഠിപ്പിക്കുവാൻ പറ്റുന്ന ഒരു സമൂഹം കേരളത്തിൽ കുട്ടികളുണ്ട്. അത് പഠിക്കുവാൻ തയ്യാറായി വരുന്ന രക്ഷകർത്താക്കളും കേരളത്തിലുണ്ട്. അത് തന്നെയാണ് പൊതുവിദ്യാലയത്തിന്റെ ശക്തി. ആരെങ്കിലും മക്കളെ പൊതുവിദ്യാലയത്തിൽ വിടാതിരിക്കുന്നുണ്ടെങ്കിൽ ഈ ശക്തി അനുഭവിക്കാൻ അവസരം കിട്ടാത്തവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട്, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന രക്ഷകർത്താക്കളോട്, എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അവർ ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠയിൽ കുട്ടിയുടെ യഥാർത്ഥ ജീവിതാനുഭവങ്ങളെ വേണ്ടാന്ന് വെക്കുകയും മറിച്ച് യാന്ത്രികമായ ചിലയിടങ്ങളിലേക്ക് കൊണ്ടുപോവുകയുമാണ് ചെയ്യുന്നത്. പൊതുവിദ്യാലയങ്ങൾ അങ്ങനെയല്ല. നമ്മുടെ മക്കൾ കളിച്ചും ചിരിച്ചും പഠിച്ചും ഉല്ലസിച്ചും രസിച്ചും ഒക്കെ വളരുവാനുള്ള ഇടമാണ് നൽകുന്നത്. ആ ഇടത്തിലേക്ക് കുട്ടിയെ വിട്ടാൽ ഒരു നഷ്ടവും ഉണ്ടാവുകയില്ല. നമ്മുടെ കുട്ടികൾ മിടുമിടുക്കരായി വളരും. എല്ലാ രക്ഷകർത്താക്കളും കുഞ്ഞുങ്ങളെ പൊതുവിദ്യാലയങ്ങളിൽ വിടട്ടെ.